20ാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്ന സി.വി. രാമൻ. തന്റെ രാമൻ ഇഫക്റ്റ് എന്ന കണ്ടെത്തലിന് 1930-ൽ ഫിസിക്സിൽ നോബൽ സമ്മാനം നേടുമ്പോൾ ഫിസിക്സിന് നോബൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ എന്ന ബഹുമതി അദ്ദേഹം സ്വന്തമാക്കി. 1888 നവംബർ 7-ന് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളുടെയും രണ്ടാമത്തെ മകനായി സി.വി. രാമൻ ജനിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ വിശാഖപട്ടണത്തായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സി.വി. രാമൻ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തി. ചെറുപ്പത്തിൽ തന്നെ ഭൗതികശാസ്ത്രത്തിൽ ഏറെ താൽപ്പര്യമുണ്ടായിരുന്നു. മെട്രിക്കുലേഷനും ഇന്റർമീഡിയറ്റും ഒന്നാമനായി തന്നെ വിജയിച്ചു. മദ്രാസ് പ്രസിഡൻസി കോളേജിൽ BA-ക്ക് ചേരുമ്പോൾ ഈ കോളേജിൽ ബിരുദ പഠനത്തിനെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയായിരുന്നു സി.വി. രാമൻ. ഇംഗ്ലീഷിലും ഭൗതികശാസ്ത്രത്തിലും സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് BA ഒന്നാമനായി വിജയിച്ചു. അവിടെ തന്നെ MA-ക്ക് ചേർന്നു. 1907-ൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് ഭൗതികശാസ്ത്രത്തിൽ MA പാസ്സായി. 1907-ൽ കൽക്കത്തയിൽ അക്കൗണ്ടന്റ് ജനറലായി ജോലിയിൽ പ്രവേശിച്ച രാമൻ അവിടെ വാടകയ്ക്കു താമസിച്ചിരുന്ന വീടിന്റെ അടുത്തായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്നത്. ജോലി കഴിഞ്ഞുള്ള സമയം അദ്ദേഹം അവിടെ ഗവേഷണത്തിലേർപ്പെട്ടു. രാമൻ തന്റെ ഗവേഷണ ഫലങ്ങൾ അപ്പപ്പോൾ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. 1912-ൽ കട്സൺ റിസർച്ച് പ്രൈസും 1913-ൽ വുഡ് ബേൺ റിസർച്ച് മെഡലും അദ്ദേഹത്തിനു ലഭിച്ചു. 1917-ൽ സർക്കാർ ഉദ്യോഗം രാജിവെച്ച് കൽക്കത്ത യൂണിവേഴ്സിറ്റി സയൻസ് കോളേജിൽ ഭൗതികശാസ്ത്രം വിഭാഗം മേധാവിയായി രാമൻ സ്ഥാനമേറ്റു. ഇതോടെ രാമന് കൂടുതൽ സമയം ഗവേഷണത്തിൽ മുഴുകാൻ സാധിച്ചു. 1921-ൽ യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയിൽ കടലിന്റെ നീലനിറം നിരീക്ഷിച്ചുകൊണ്ട് രാമൻ ആരംഭിച്ച പ്രകാശ പഠനത്തിന്റെ തുടർച്ചയായാണ് അദ്ദേഹവും വിദ്യാർത്ഥികളും ചേർന്ന് 1928-ൽ രാമൻ പ്രഭാവം കണ്ടുപിടിച്ചത്. ഈ കണ്ടുപിടുത്തത്തിന് 1930-ൽ സി.വി. രാമൻ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹനായി. 1928 ഫെബ്രുവരി 28-നാണ് ഈ കണ്ടുപിടുത്തം ലോകത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ചത്. അതിന്റെ സ്മരണയ്ക്കായി ഫെബ്രുവരി 28 നമ്മൾ ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നു. ആയിരത്തി 1933-ൽ സി.വി. രാമൻ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഡയറക്ടറായി ചുമതലയേറ്റു. ഇന്ന് ശാസ്ത്ര പഠന രംഗത്ത് ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനമാണ് IISc. 1930-കളുടെ തുടക്കം വരെ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ബാംഗ്ലൂർ ഇന്ത്യയുടെ ശാസ്ത്ര തലസ്ഥാനം എന്ന വിശേഷണം പേറുന്നത് രാമന്റെ സാന്നിധ്യത്താലാണ്. 1948 നവംബറിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിരമിച്ച രാമൻ അതിനടുത്തു തന്നെ തന്റെ സ്വന്തം സ്ഥാപനമായ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് ഗവേഷണം തുടർന്നു. സി.വി. രാമൻ നടത്തിയ പല വിദേശയാത്രകളിലും പ്രമുഖരായ പല ശാസ്ത്രജ്ഞരുമായി പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. ഇവരെല്ലാം അദ്ദേഹത്തിന്റെ ശാസ്ത്രസപര്യയ്ക്ക് സഹായകമായി. തന്റെ നീണ്ട ശാസ്ത്ര ജീവിതത്തിൽ ഏറെ ബഹുമതികളും പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി.
1970 നവംബർ 21 തൻ്റെ 82-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഹൈടെക് പരീക്ഷണശാലകളോ വിദേശനിർമ്മിത ഉപകരണങ്ങളോ ഇല്ലാതെ ഇന്ത്യൻ മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട് ശാസ്ത്രവിസ്മയങ്ങൾ തീർക്കാൻ സാധിക്കുമെന്ന് വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുത്ത ഒരു അത്ഭുത പ്രതിഭാസത്തെയാണ് ഭാരതത്തിന് നഷ്ടമായത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഭാവി തലമുറയ്ക്ക് ഒരു സന്ദേശമാകട്ടെ.